എന്തായാലും എന്താ പറയാ, നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറയാൻ എളുപ്പമാണ്. ഇല്ലല്ല, അങ്ങോട്ടൊന്നും ഞാൻ പോകില്ല. എന്റെ ക്യാരക്ടറിന്റെ ഒരു പ്രീതി എന്നാണ്. ബാക്കിൽ ക്യാമറ ഇരിക്കുകയാണ്. ഷാജുവിന്റെ മുഖം ക്യാമറയ്ക്ക് കാണാൻ പറ്റില്ല, എന്നെ കാണുന്നുണ്ട്. ഓക്കെ, പുള്ളി ഇരുന്ന് കൊഞ്ചനകത്ത് അത് തന്നെ. എക്ക് മൊത്തത്തിലൊരു ചീത്തപ്പേരുണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് ഇപ്പൊ എപ്പോ എ കണ്ടാലും ഒരു ടെൻഷനാണ് എല്ലാവർക്കും. ഏതായാലും നമുക്ക് പല സിനിമകളും ഇപ്പൊ എമ്പുരാനാണെങ്കിലും ലൂസിഫർ ആണെങ്കിലും എന്റെ ട്രെയിലർ കട്ട് കണ്ടിട്ട് സിനിമ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയിട്ടുള്ളത് സാറിന്റെ കട്ടുകളിൽ കൂടെ ഒക്കെ തന്നെയാണ്. പരിപാടി ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവില്ല. സബ്ജക്റ്റ് വന്നപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് മലയാളത്തിലെ ആദ്യത്തെ ഡാർക്ക് വെബ് പടം. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വീണ്ടും ഒരു സിനിമ വിശേഷമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള, നമ്മളൊരു ട്രെയിലറൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിട്ടില്ല സിനിമ വരുന്നുണ്ട്. അത് പല രീതിയിൽ അറ്റ് എന്ന് പറയുന്നുണ്ട്, 80 എന്ന് പറയുന്നുണ്ട്. എന്തായാലും സിനിമ ആ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷവുമായി നമ്മളോടൊപ്പം ചേരുന്നത് എന്തായാലും ഇതിൻ്റെ ഫുൾ ടീം നമ്മളോടൊപ്പം ഉണ്ട്. അനീഷ, ആകാശ് ബ്രോ, അതേപോലെ തന്നെ നമ്മുടെ ഡോൺ മാക് സാർ, നമസ്കാരം. അതുപോലെ നമ്മുടെ ഷാജു ശ്രീർ സാർ ആൻഡ് നയന എൽസ, വെൽക്കം ടു അവർ ഷോ. എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ വെച്ചാൽ നമുക്ക് സിനിമയിൽ എന്തൊക്കെ പ്രത്യേകതകൾ വരാം, എന്തൊക്കെ വ്യത്യസ്തതകൾ വരാം, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പണ്ട് എപ്പോഴും പറയാറുണ്ട് മലയാള സിനിമ ഒന്നും അങ്ങോട്ട് എത്തൂല, മറ്റുള്ളവരുടെ ഒപ്പം എത്താൻ ഇനിയും നാളുകൾ എടുക്കുന്നൊക്കെ പറയുമ്പോൾ മറ്റൊന്നുമില്ലാത്ത പല പ്രത്യേകതകളുമായിട്ട് സിനിമകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും. അതിനുവേണ്ടി മുമ്പിലേക്ക് ഇതേപോലെ ഒരു ടീം വന്നതിന് ആദ്യമായിട്ട് ഞങ്ങളുടെ വന്നിട്ട് നന്ദി പറയുകയാണ്. അതിൽ തന്നെ അങ്ങോട്ട് തുടങ്ങാം. താങ്ക് യു. ഡോൺ മാക് സാറിൽ തന്നെ തുടങ്ങാം. എന്തായാലും ഇതിൻ്റെ ഡയറക്ഷനാണ്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 10-25ഓളം വർഷങ്ങളായിട്ട് മലയാള സിനിമയുടെ ഡിജിറ്റൽ യുഗം തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ഇപ്പോഴത്തെ പല എഫക്റ്റുകളും ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്ന ഒരു എഡിറ്ററും കൂടിയാണ്. അപ്പോൾ സിനിമ എന്താണെന്ന് പച്ചയായി പഠിച്ച ഒരാളും കൂടിയാണ്. ഇതിൽ കൊണ്ടുവന്നേക്കുന്ന മാറ്റങ്ങൾ എന്താണ് ഈ സിനിമയിൽ? ഇത് ചെയ്യുന്നത് എൻ്റെ രണ്ടാമത്തെ ഫിലിമാണ്. ഇത് ഒരു ടോട്ടലി ഒരു ടെക്നിക്കലി ബാക്കപ്പ് ഉള്ള ഒരു ഡാർക്ക് വെബ് എന്ന് പറയുന്ന അധികം ആരും സംസാരിക്കാത്ത ഒരു സബ്ജക്റ്റിനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഥ പറഞ്ഞിരിക്കുന്ന ഒരു ബാക്ക്ഡ്രോപ്പ് തന്നെ നമുക്കൊരു പുതിയൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഇതിന്റെ. അതിൽ ഇതിന്റെ ഒരു ക്യാരക്ടേഴ്സിന്റെ ആണെങ്കിലും എല്ലാം നമുക്ക് അധികം പരിചിതമല്ലാത്ത പല ആക്ടേഴ്സ്, വേറെ ഒരു വേൾഡ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു പ്ലാറ്റ്ഫോം. ഇപ്പം ഹാക്കേഴ്സിന്റെ സ്റ്റോറി ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അധികം പറഞ്ഞിട്ടില്ല. അപ്പം ചില സെഗ്മെന്റ് ചില ഫിലിംസിനകത്ത് ചില സെക്ടർ ടച്ച് ചെയ്ത് പോയതല്ലാതെ ഇൻ ഡെപ്ത് പോയിട്ടില്ല. ആ ഒരു ട്രൈ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു സാധാ ഒരു ബേസിക് ഒരു ഫിലിം കാണുന്ന ഒരാൾക്കോട്ട് ഒരു ആ ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് നമ്മൾ ഇത് ഒരു കുറച്ച് വയലൻസും ഉള്ള ഫിലിമാണ്. അപ്പൊ അത് അവർക്കൊരു കൺഫ്യൂഷനും ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരു കണ്ടന്റാണ് നമുക്ക് ധൈര്യമായിട്ട് ഫാമിലി കുട്ടികളായിട്ട് എല്ലാവർക്കും വന്നിരുന്ന് കണ്ടാസ്വദിക്കാവുന്ന. കുട്ടികളായിട്ട് വരാനായിട്ട് ഓക്കെ. വേറൊരു കാര്യം കേട്ടോ, ഇപ്പോൾ സർട്ടിഫിക്കേഷൻ A ആണെങ്കിലും നമുക്ക് കുട്ടികളായിട്ട് കാണാൻ പറ്റുന്ന ഒരുപാട് മൂവികളുണ്ട് നമ്മുടെ ഈ നിയമപരമായിട്ടുള്ള വരുന്നത്. അപ്പോൾ അത് തന്നെ. എക്ക് മൊത്തത്തിലൊരു ചീത്തപ്പേരുണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് ഇപ്പൊ എപ്പോ എ കണ്ടാലും ഒരു ടെൻഷനാണ് എല്ലാവർക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അല്ലേ? തീർച്ചയായിട്ടും ഒരു തിയേറ്റർ. കാരണം ഇപ്പൊ സിനിമയുടെ മാറ്റം അതൊക്കെയാണ്. പണ്ട് കണ്ടില്ലെങ്കിലും ടി വി കാണാന്ന് പറയുന്ന പോലെ അതൊക്കെ മാറി. അത് മിസ്സാക്കരുത്, തിയേറ്ററിൽ തന്നെ കാണുമെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ടെക്നിക്കലി ഭയങ്കരമായിട്ട് നമ്മൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇതിൻ്റെ ട്രെയിലറൊക്കെ ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ സായിടാ, മലയാള സിനിമ നിങ്ങളിപ്പോഴും കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ആരും ഇത്രയും വർഷമായിട്ട് ചെയ്യുന്ന ക്യാരക്ടറുകളൊക്കെ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ളൊരു ഒപ്പം ഓടിട്ടിട്ട് പോകാറുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കറക്റ്റ് ഒരു ലീഡ് റോളായിട്ട് വന്നിരിക്കുക. ഭയങ്കര സന്തോഷമുണ്ട്. എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്?
കോവിഡിന് ശേഷം ഏതൊരു ബാക്ടീരിയ ഇങ്ങനെ ഒരു ലോകം ഉണ്ടെന്നും അങ്ങനെയാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്ന സബ്ജക്ട് കുറച്ച് ഡാർക്ക് വെബ് എന്താണെന്നോ ഒന്നും അറിയാത്ത എന്നെ സമീപിക്കുകയും എന്നോട് ഇങ്ങനൊരു സബ്ജക്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതത്തോട് കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം ഇത് കണ്ടെത്താൻ ചെയ്യണം. നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോൾ മലയാള സിനിമ ഒരു സമയം മുഴുവൻ കോവിഡിന് മുമ്പുള്ള ഒരു കാലഘട്ടം മുഴുവൻ മറ്റേ വിളക്ക് ദീപം തെളിച്ചുകൊണ്ട് തുടക്ക സീക്വൻസ് അങ്ങനെയുള്ളവര് കേശരി മണി ഈ ചുറ്റുവട്ടത്ത് കിടക്കുന്ന സിനിമകൾ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ വാക്കാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് മലയാള സിനിമ എവിടെ എത്തില്ല എന്നുള്ള ഒരു കാലഘട്ടം അങ്ങനെ ഉണ്ടായിരുന്നു. ബാക്കി സിനിമകളൊക്കെ വളരുന്നു, ടെക്നിക്കലി എല്ലാം. പക്ഷെ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന സ്പോട്ട് എഡിറ്റിങ്ങും എല്ലാം തുടങ്ങിയാണ് ഉണ്ടായത്. അപ്പോൾ അതിന്റെ മാറി വന്ന് ഈ കോവിഡിന് ശേഷമായിരിക്കും എനിക്ക് മലയാള സിനിമ ഏറ്റവും കൂടുതൽ പുതിയ രീതിയിൽ ടെക്നോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ചിന്തിച്ച സിനിമയാണ്. അതായത് ഇപ്പോഴല്ല, ഇപ്പോൾ സിനിമ ഒന്നുകൂടെ ബെറ്ററായി പുതിയ തരത്തിലുള്ള ലോകത്തിലുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് നാം ചിന്തിച്ചിട്ട് അന്ന് ചർച്ച ചെയ്ത് തുടങ്ങി നമ്മളൊരു സമയമെത്തിയപ്പോൾ ഷൂട്ടിംഗ് പൂർത്തിയാക്കി 3 വർഷത്തോളം ആയിട്ട് ഇപ്പോൾ ഈ സിനിമയ്ക്ക്. പക്ഷെ ഇപ്പോൾ ഈ സിനിമ ഇപ്പൊ ഫ്രഷാണ്. അന്ന് നമ്മളിത് എങ്ങനെ വർക്കാവും എന്നുള്ളൊരു അപ്പൊ തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷമാണ്. പിന്നെ ഏറ്റവും വലിയ നമ്മുടെ സന്തോഷവും ഏറ്റവും അഭിമാനവും തന്നെ ഡോൺ മാക്സൺ സംവിധാനം ചെയ്യുന്നതുകൊണ്ടാണ്. ഈ 2 എലിമെന്റ് മാത്രം മതി എന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആവണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആവാൻ വേണ്ടിയുള്ള. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. തീർച്ചയായിട്ടും എന്റെ ജോലി ഞാൻ ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്യുന്നു. മറ്റുള്ളതിനെ കുറിച്ച് ഈ പറയുന്ന ഇങ്ങനെ ഒരു ലോകത്തെ കുറിച്ചുള്ള ഡീപ്പായിട്ട് ഇറങ്ങാനോ അതിനെക്കുറിച്ച് വിഷയങ്ങൾ അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു ലോകം ഉണ്ടെന്ന് പഠിപ്പിച്ചത് അദ്ദേഹമാണ്. ഇങ്ങനെയാണ് ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു സംഭവങ്ങൾ, ഇങ്ങനെ പലതായിട്ടും പല കാര്യങ്ങളും നടക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇതിലൂടെയാണ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇപ്പൊ ന്യൂസിൽ എവിടെയെങ്കിലും മർഡറും കാര്യങ്ങളും നടക്കുമ്പോൾ ഡാർക്ക് വെബ് എന്നുള്ളൊരു വാക്ക് വരും ന്യൂസിലല്ല. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ പറയും ഇങ്ങനെ ന്യൂസ് വന്നിരിക്കും. അപ്പൊ ഇത് സാധാരണക്കാരൻ വായിക്കുമ്പോൾ അതൊക്കെ വായിച്ചു പോകും. അതെന്താണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്ന എന്നാലൊരു ഫാമിലി സിനിമയാണ്. ഓക്കെ, അടിപൊളി. എന്തായാലും ചെയ്ത സിനിമകളും ക്യാരക്ടറുകളൊക്കെ ചോദിക്കുമ്പോൾ വളരെ കുറെ വ്യത്യസ്തതയുള്ള ഒരു വേഷം തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അതുപോലെ നമ്മുടെ സ്വന്തം ആകാശത്തോളം സന്തോഷം സച്ചേട്ടൻ്റെ മോനാണ് ആദ്യമായിട്ട് നായകവേഷം ചെയ്യാണ്. എന്താണ് ക്യാരക്ടർ? എന്താണ് ഇതൊരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു യങ് ചാപ്പ് എന്നുള്ളതാണ് ക്യാരക്ടർ. അപ്പോൾ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. വേണ്ട വേണ്ട, അവിടെ ഡോൺ മാക്സൺ നോക്കണ്ടേ, ഇവൻ പറയോ? ഉറപ്പായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കാണുമ്പോൾ എവിടെയെങ്കിലും ഒരു വഴി ഇപ്പൊ IT-യിൽ വർക്ക് ചെയ്യുന്ന ഒരാള് എന്ന് പറഞ്ഞ് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ 3 വാക്കിൽ നിന്ന് ചിലപ്പോ ഈ സിനിമ കിട്ടും. നാളെ തന്നെ സിനിമ യൂട്യൂബിലും വരും വേറെ രീതിയിലൊക്കെ കഥ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഉണ്ടല്ലോ, ഞങ്ങളെ തന്നെ കട്ട് ചെയ്തത്. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി കിടപ്പുണ്ടല്ലേ? ഞങ്ങളെ കട്ട് ചെയ്തത് കഥ പറയുന്നു നന്നായി. എന്നാ ഞാൻ കഥ മാറ്റും. ഇന്റർവ്യൂ എനിക്ക് ഇത്തിരി പണിയുണ്ട്, ഞാൻ ഇപ്പൊ വരാതെ. സിനിമ പല തരത്തിലാണ്. 2 കൈകളിൽ ഇന്ന് കട്ട് ചെയ്യുന്ന രീതി ആയിരിക്കില്ല പിന്നീട് നമ്മൾ കാണുമ്പോൾ. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമുക്ക് കാണുമ്പോൾ ഇങ്ങനൊരു ലോകത്തെ സിനിമ നമ്മൾ ആരും കാണാത്തൊരു കഥ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നു ഒന്നും തോന്നാതെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നതാണ് സിനിമ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് മനസ്സിലാവേണ്ടി പിന്നെ എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ വലിയ മൂലകഷമായി ചിന്തിക്കുന്ന സിനിമ ഉള്ള ആളാണ് ഞാൻ. സാധാരണ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. 30 വർഷത്തിൽ ഈ പറയുന്ന രീതി. 20 അടുത്ത സിനിമകൾ ചെയ്തിട്ട് പല ജോണറിലും പല നായകന്മാരും ഇന്നുള്ള പല നായകന്മാരും എന്റെ കൂടെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട് മുന്നിൽ പോയാണ്. അപ്പൊ എനിക്ക് സിനിമയുടെ വളർച്ച ശരിക്കും കണ്ടറിഞ്ഞാണ് എല്ലാ ഏരിയയിലും കണ്ടാണ്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ഒരു സംഭവത്തിൽ ഇതൊരു തീർത്തും പറയാൻ വ്യത്യസ്തമായ സിനിമയാണ്. അടിപൊളി, നൈസ്. നയനയെ സംബന്ധിച്ച് ചെയ്തേക്കുന്ന ക്യാരക്ടറുകളൊക്കെ അടിപൊളിയാണ്. എന്താ പറയാ, നമ്മൾ കാണുമ്പോൾ ആയിരിക്കും ഭയങ്കര ഒരു വീൽ പവറുള്ള ഒരാളാണ്. അതെ, അങ്ങനെയായിരിക്കും. പാവോണമെന്നായിരിക്കും, പക്ഷെ ഒരു പടക്കം പൊട്ടിയൊക്കെ അറിയുന്ന ആളാണ് ഇല്ലേ? ആദ്യം ഒന്ന് പൊക്കിയിട്ടുണ്ട്. എന്തായാലും നയന എന്താ പറയാ, നമുക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ
പറയാൻ എളുപ്പമാണ്. ഇല്ലില്ല അങ്ങോട്ടൊന്നും ഞാൻ പോകില്ല, ധൈര്യമായിട്ടിരുന്നു. അങ്ങനെ പറയാൻ എളുപ്പമാണ്. പക്ഷെ തരണം ചെയ്ത ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നമ്മൾ വിജയിക്കുക തന്നെയാണ് അല്ലെ. ഓരോ സ്റ്റെപ്പും ലൈഫിൽ മുമ്പോട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. എന്തൊക്കെ ലൈഫിൽ എന്തുണ്ടെങ്കിലും നമ്മൾ അതിലൊന്നും തളരാതെ മുമ്പോട്ട് വന്നതാ. ഇപ്പൊ ഇത്രയും നല്ലൊരു വർക്കിൽ നമ്മൾ ഉമ്മയെ തന്നെ ഉണ്ട്. സന്തോഷം. എന്താണ് നമ്മുടെ ക്യാരക്ടറിന്റെ പേര്? എന്റെ ക്യാരക്ടറിന്റെ ഒരു പ്രീതി എന്നാണ്. ഓർമ്മയില്ല, പ്രതിസന്ധി എന്ന് പറയാൻ പോയതാ. ഓക്കെ പറയൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആണ്. അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ റീലൊക്കെ ഇട്ട് ഭയങ്കര പാവം ബബ്ലി ആയിട്ടുള്ള ഒരു കുട്ടി. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു. ഓക്കെ, നമ്മൾ ഇതിന്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടറിന്റെ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ വരൂലേ? ശരിക്കും ഇതിന്റെ സ്റ്റോറി നറേറ്റ് ചെയ്തപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത്? സാറ് ഡാർക്ക് വെബ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് നമുക്ക് അറിയാത്തൊരു വേൾഡ് ആണത്. നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 20-30% ആയിരിക്കും. അതിനപ്പുറത്തോട്ട് ഒരു ഡീപ് വെബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ആക്സസ് ഇല്ല. അപ്പോൾ അന്ന് ഞാനിത് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എന്താ പറയാ മനസ്സിലാവില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ കുറെ ക്രൈംസും പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഇപ്പൊ കുറച്ചും കൂടെ അത് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി അവെയർ ആണ്. കേട്ട സമയത്ത് ഐ വാസ് റിയലി എക്സൈറ്റഡ്. ഡോൺ മാക്സർ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് വലുതാണെങ്കിലും ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു പടത്തിൽ പാർട്ടാവാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ച്. സോ ഐ വാസ് റിയലി എക്സൈറ്റഡ്. അടിപൊളി, നൈസ്. അതുപോലെ അനിഷ പറയൂ, നമുക്ക് ഇന്നിട്ട് ബാക്കി തുടങ്ങാം. എന്തായിരുന്നു നമ്മുടെ ക്യാരക്ടറൊക്കെ? നെഗറ്റീവ് ഷെയ്ഡാണ്. ഇത്രയും നല്ല ഒരാള് പറയുന്ന കേട്ടോ. ഓക്കെ പറയൂ, അഭിമാനത്തോടും. വില്ലന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു വില്ലത്തിയാണ്. ഓക്കെ, ഒത്തിരി സന്തോഷം. കൂടുതലൊന്നും പറയാനില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ ഈ കാണുന്നതല്ലേ, ഇവര് ഈ പറയുന്ന പുതിയ ജനറേഷൻ കൊണ്ട് കിട്ടില്ല ഫൈറ്റും വേറെ ലെവലാണ്. അതാണ് ഈ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുന്നവരാണ് നോട്ട് ചെയ്യേണ്ടത്. ഇതൊന്നും ആയിരിക്കില്ല. ഓക്കെ, റിയൽ ലൈഫിൽ ഇങ്ങനെയാണ്? ഞാനോ? റിയൽ ലൈഫിന് അങ്ങനെയാണ്. സെറ്റിൽ എങ്ങനെയായിരുന്നു? ഞാനായിട്ട് കോമ്പിനേഷൻ എന്താ രൂപം അറിയാൻ തുടങ്ങി. പല ഗെറ്റപ്പിലാണല്ലേ? ഓക്കെ, മനസ്സിലാവില്ല. അല്ല ശരിക്കും ഇതില് കോസ്റ്റ്യൂം ഫുള്ളൊരു ഡാർക്ക് തന്നെയാണല്ലോ. എന്തായാലും ഇതിന്റെ A to Z നമ്മൾ ഇരുന്ന് ഒബ്സർവ് ചെയ്യണം. മുമ്പേ നമുക്കിപ്പോ ഇന്ത്യൻ സിനിമകൾ വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മൂഡ് പടം നമുക്ക് അറിയില്ല. അപ്പൊ ഇതിന്റെ കോസ്റ്റ്യൂം സൈഡ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടില് ആർട്ട് ആണെങ്കിലും എല്ലാം നമ്മളൊരു വേറൊരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് സാറേ? ഏതൊരു ഒബ്സർവേഷനിലാണ് അതൊക്കെ വന്നേക്കുന്നത്? നമ്മള് ഇത് ചെയ്യുമ്പോഴേ ഒരു ഡാർക്ക് വെബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഒരു പരിപാടി ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവില്ലല്ലോ. അതിന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആർട്ട് വേണം, കോസ്റ്റ്യൂംസ് വേണം. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ തന്നെ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വേണം ഇവര് ചെയ്യുന്ന ഇവരുടെ ഒരു ഇപ്പൊ ഹാക്കിംഗ് റൂം ആണെങ്കിലും ഇതിന്റെ ഒരു ടാറ്റു സെന്റർ ഉണ്ട്. ഇങ്ങനത്തെ ഇതിനൊക്കെ ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ലൈറ്റിംഗ് വേണം, ഇങ്ങനെ ആയിരിക്കും നമ്മൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മാച്ച് ആയിട്ടുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ പ്രീ ഡിസൈൻ ചെയ്തു. അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് ഇതിനകത്ത് ഇതാണ് വരുന്നത്, ഇങ്ങനെയാണ്. അപ്പൊ ഓരോ പോർഷൻസും ഒരു 10-27 ഡിഫറെന്റ് സെറ്റപ്സ് ഉണ്ട്. എല്ലാം ഓരോ ലൈറ്റിംഗ് പാറ്റേണും ഓരോ പ്രോപ്സും എല്ലാം അതിനുവേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിം അല്ല, ഒരു ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫിലിമാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സോഴ്സസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. ഷാജേട്ടാ, നമ്മള് ചില സാധനങ്ങൾ കയ്യിൽ നിന്നിടാൻ നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇവിടെ കുറച്ച് കയ്യിൽ നിന്നിടാം. പക്ഷെ മുമ്പ് ചെയ്യാത്തൊരു സംഭവം കയ്യിൽ നിന്നിടാൻ ഒരു കൺഫ്യൂഷൻ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, കയ്യിൽ നിന്നിടാൻ വേണ്ടി പറയും. ഇതിനെന്താണ് ഇതിനകത്ത് പരിപാടി ചെയ്യാൻ പോകണമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഒന്നും പറയാറില്ല. പക്ഷെ എന്തായാലും പറയും, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് എന്തോ പ്ലാനിങ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ പെട്ടെന്ന് ശിവാജി ഗണേശനിലേക്ക് ഓവറാവാനും പാടില്ല. കാരണം ഡോൺ മാക്സ് ആയതുകൊണ്ട്
എന്റെ ആ ലെവലിൽ ചെയ്യാനും വേണം, ആവുമെന്നുള്ള ടെൻഷനുണ്ട് ഈ പറയുന്നത്. അപ്പൊ നമുക്ക് ആ കൂടെ കൺഫ്യൂഷനാണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഏറ്റവും നല്ലത് ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു ഹോംവർക്ക് ഉണ്ട് ഡയറക്ടർക്ക്. അപ്പൊ നമ്മളത് കൊടുക്കാന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഇപ്പൊ ചെയ്യുന്ന സിനിമകൾ, ഇപ്പൊ രേഖാചിത്രമായി വരെ ദിവസത്തെ കള്ളനായിക്കോട്ടെ, ഇപ്പൊ ബേബികൾ ഇറങ്ങിയ സിനിമകളൊക്കെ നീ പെർഫോം ചെയ്യാനുള്ള 2 സീൻ 3 സീൻ വരുമ്പോൾ ആ 3 സീനിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ആ 3 സീനിൽ എങ്ങനെ ഈ സീനിൽ ഒരു സിഗ്നേച്ചർ ഇടാം എന്നുള്ളത് ചിന്തിക്കും. അപ്പൊ ചിലപ്പോൾ റിയാക്ഷനിലായിരിക്കാം, ചിലപ്പോൾ ഒരു ഡയലോഗിലായിരിക്കാം. ഒരു മുഴുനീള വേഷവും ഏറ്റവും വലിയ ഭാരവും നമ്മുടെ തലയിൽ വരുന്നത് വെച്ചാൽ ചെറുതല്ല. ഇതിന്റെ സെറ്റ് കണ്ടാൽ തന്നെ ഇതൊരു മലയാള സിനിമയാണെന്ന് ചിന്തിച്ചു പോകും. ആദ്യം ഷൂട്ടിങ്ങിന് മുമ്പ് ജസ്റ്റ് സെറ്റിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ട് എന്റെ സിനിമയിലെ സുഹൃത്തുക്കളൊക്കെ സെറ്റിന്റെ മാത്രം അത് തന്നെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു അന്ന്. എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മൾ തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും മറ്റുള്ള സിനിമകളും കാണാനുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മള് ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന ആ രീതിയിലുള്ള സെറ്റ് വർക്ക് അങ്ങനെ ഓരോ റൂംസും സെറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ വഴിയിലൂടെ പോകണമെങ്കിൽ കുറെ ഏരിയകളുണ്ട്, പല തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതില് നമ്മൾ 35 ഡേയ്സോളം ഇതിനകത്ത് മാത്രമാണ് ഷൂട്ട്. അതായത് നമ്മൾ മലയാള സിനിമയിൽ ഇപ്പൊ നമ്മളൊരു വിഷയം പറയുന്നല്ലേ, ഒരു കാര്യം എന്താ വെച്ചാൽ ലൊക്കേഷൻ ചേഞ്ച്, നായകനും നായികയും കൂടെ കൈ പിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ലൊക്കേഷൻ കുളുമണായി, അങ്ങനെയാണല്ലോ. ഇത് ഓരോ സീൻ എടുക്കാൻ ഈ ഗോഡൌണിനകത്ത് തന്നെയാണ്. അപ്പൊ നമ്മള് പെർഫോമൻസിലൂടെ വേണം നമ്മൾ ആ സീൻ പിടിച്ചു നിർത്താൻ. ബാക്കി വിഷയങ്ങൾ പറയുന്ന ഒരു സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു റൂമിലായിരിക്കും, അല്ലെ ഒരു ക്യാബിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇടനാഴിയിലായിരിക്കും. ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുക വേറൊരു മൂഡിലല്ല, വേറെ കളറിങ്ങും വേറെ പരിപാടികളല്ല. അപ്പൊ നമുക്ക് ആഗ്രഹം നല്ലൊരു വസ്ത്രം ഇട്ട് നല്ല ഡയലോഗ് പറഞ്ഞാലല്ലേ, ഒരു ഊറ വസ്ത്രമാണ് എടുത്ത് തരാ, വെളിച്ചം പോലും കാണാൻ പറ്റില്ല. അപ്പൊ ക്യാരക്ടർ അതാ. നമ്മള് അതിലൂടെ ഇതൊന്നും നമ്മളുടെ ബോധന ചെയ്യുന്നില്ല. ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് അല്ലേ എക്സ്പീരിയൻസ്. ഒരു വലിയ സ്റ്റാറിനോ ബാക്കിയുള്ളവർക്ക് അവരവന് വേണ്ടി സ്റ്റഡി ചെയ്യാൻ വേണ്ടി സമയങ്ങളുണ്ട്. ഇത് നമ്മൾ സ്പോട്ട് എഡിറ്റ് ആയി മലയാള സിനിമയിൽ തുടങ്ങിയത് ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടുള്ള മനുഷ്യൻ സ്പോട്ടിലെ കാര്യങ്ങൾ ചിലപ്പോൾ പറയും. അറിയാം ഇതാണ് സീൻ എടുക്കാൻ പോകുന്ന പറഞ്ഞാലും കൂടെ അദ്ദേഹം സ്പോട്ടിലെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ പരിപാടി പിടിച്ചാലോ ചേട്ടാ, അപ്പൊ നമ്മൾ പിന്നെ നമുക്ക് ഇതിന്റെ ഈ ആ ആക്ഷനും ഈ റിഹേഴ്സലിനും ഇടയിലുള്ള ഒരു സമയത്ത് ഇത് ഒന്ന് ചെയ്യണം. അപ്പൊ അങ്ങനെ കുറച്ച് അവസരങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് സമയം തരും ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റ് സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആകാശനും ഒരുപക്ഷെ ഏറ്റവും വലിയ പ്ലസ് ഡോൺ മാക്സ് എന്ന് പറയുന്ന സംവിധായകനായിരിക്കാം. അദ്ദേഹം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ആക്ടർ പെർഫോം ചെയ്യുന്ന ആക്ടർ തന്നെ ചെയ്യണം, അത് വേറെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യമാണ്. അതിലേക്ക് ഒരാളെ അതിലേക്ക് ആക്കി എടുക്കുന്നതിനുള്ള ഒരു സംവിധായകന്റെ മിടുക്കാണ്. തീർച്ചയായും. അടിപൊളി. അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ലൈറ്റിംഗ് ആണല്ലോ മൊത്തം. ഇപ്പൊ നമ്മളൊരു ഇത്രയും ദിവസത്തോളം ഒരു ഗോഡൌണിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ആ എഫക്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് നാളത്തേക്ക്. ഇനി വരുന്നതിന് മുമ്പ് ഞങ്ങൾ കിട്ടത്തായിരുന്നു. ഇപ്പോഴും വിട്ടിട്ടില്ല. ആക്ച്വലി ഡാർക്ക് വെബിനെ കുറിച്ച് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയുന്ന ആളെ ചിലപ്പോൾ ഞാനായിരിക്കും. ഡെയിലി ഇതിനെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യാറുണ്ടാവും. നമ്മളെന്തെങ്കിലും ചെയ്യാം എല്ലാം വായിച്ചിട്ടും ഇതൊരിക്കലും അല്ലാതെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ അറിയുന്നു. ഒരിക്കലും നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ടൊന്നും ഇതിന്റെ വിഷയങ്ങൾ കിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പഠിച്ചും വായിച്ചും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ. നമ്മൾ ഈ പറയുന്ന ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്നത് ഈ ഗോഡൌൺ. അപ്പൊ ഈ ഗോഡൌണിനകത്ത് ചാക്കിട്ടിരിക്കുക, അതായത് ഡോറ് പോരാതെ ചാക്കുകളുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ മാറ്റിയിട്ട് മുടിയിലൂടെ വേണം നമ്മൾ പുറത്തേക്ക്. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ഗോഡൌണിൽ തുറക്കുമ്പോല്ലേ നമ്മൾ സുകുമാരിയമ്മ ഉള്ളടക്കത്തിലെ പോലെ വിളിച്ചു ഞങ്ങൾ നല്ല മീൻകറി കൂട്ടി ചോറുണ്ട് പ്രസന്റ് ആയി നമ്മുടെ ലോകം ആസ്വദിച്ച ശേഷം ആ കറിക്കൊന്നു വീണ്ടും തീർച്ചയായിട്ടും അങ്ങനെയല്ല സിനിമ, ഇത് വേറെ എക്സ്പീരിയൻസ്. ഓക്കെ ബ്രോ, നമ്മുടെ ഫസ്റ്റ് പടമാണ്. ഇപ്പൊ ഈ എക്സ്പീരിയൻസ് ഒക്കെയാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച് ചെല്ലുന്ന നമ്മൾ സിനിമകൾ ഇപ്പൊ കണ്ടുവന്നേക്കുന്ന കുറെ സിനിമകളൊക്കെ ഉണ്ട്. അതിന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. ആ ചെല്ലുമ്പോ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? 2 വർഷമായിട്ട് പടം ചെയ്യുന്നതിന്റെ കാരണം അതിന്റെ ഹാങ് ഓവർ മാറില്ല. കാരണം ഒരു 10 പടം ചെയ്തിട്ട് കിട്ടിയിരിക്കുകയാണ്. അത് ഡോണേട്ടൻ ആദ്യമായിട്ട് ഈ സബ്ജക്ട് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ന്യൂജൻ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റാണ്. ഒന്ന് പുള്ളി ഒരു എഡിറ്ററാണ്. പിന്നെ എഡിറ്റർ കം ഡയറക്ടർ ആകുമ്പോഴത്തേക്ക് ഈ വരുന്ന ഒരു ഫാസ്റ്റ് കട്ട്സ് പരിപാടികളുണ്ടല്ലോ, അത് ഇപ്പം ത്രില്ലർ ആക്ഷൻസ് പോലത്തെ
പടങ്ങളൊക്കെ കണ്ട് എന്താ ചേട്ടാ എന്നപ്പുറത്ത് മാറി നിന്നിട്ട് പറയണം. സമയം നോക്കണം. ഇത് ആദ്യം വന്നപ്പോഴേ ഇപ്പൊ അപ്ഡേറ്റ് ആയിരുന്നു കാണിക്കാൻ വേണ്ടി മോതിരത്തില് അപ്പൊ വാച്ച് കാണിച്ചു കഴിഞ്ഞാൽ രണ്ട് സമയം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേതൊന്നും അത് കൊള്ളാലോ സംഭവം. അത് അത് വളരെ ചീപ്പായിട്ട് അവിടെ കിട്ടുന്ന ഡാർക്ക് വെബ്. ഡാർക്ക് വെബിന് ഒരു സമയം. പിന്നെ ആരോ പറഞ്ഞു സമയം നന്നാവും ഈ രണ്ടു വെച്ച് ഇതിട്ടിട്ടൊന്ന് വനിതാ തിയേറ്ററിലൊക്കെ പോകണം. അതന്നെ 2 വാച്ചിട്ട് കയറി വരുന്ന ഈ നടനെ മനസ്സിലായോ? ടൈം ട്രാവലർ. ആ അതന്നെ അടിപൊളി. അയ്യോ നമ്മൾ പറഞ്ഞു വിഷയത്തിന്ന് അറിയിക്കണം. അപ്പോ അങ്ങനത്തെ ഒരു സബ്ജക്റ്റുമായിട്ട് ചേട്ടൻ വന്നപ്പോൾ ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ ആക്ഷൻ, ത്രില്ലർ, സയൻസ് ഫിക്ഷൻ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പുള്ളി സംസാരിക്കുന്ന ഈ ഡാർക്ക് വെബ്, ഇതിന്റെ ഷോർട്സ്, ആദ്യം വന്ന് കഥയിൽ കാട്ടി കൂടുതൽ ഷോർട്സിനെ കുറിച്ചും സീൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഐഡിയ, അത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. കാരണം ഇപ്പൊ നമ്മുടെ അറ്റൻഷൻ സ്പാന് തീരെ കുറവാണ്. നമുക്ക് ഈ എനിക്ക് സ്ലോ പടങ്ങളോട് വലിയ താല്പര്യമില്ല. പെട്ടെന്നായിരിക്കണം എല്ലാം, അടിച്ചു പൊളിച്ചിങ്ങനെ പോകണം. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് മലയാളത്തിലെ ആദ്യത്തെ ഡാർക്ക് വെബ് പടം. പോയതിൽ കുറച്ച് ആക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിന്റെ കോൺഫിഡൻസ് ഫുൾ എനിക്ക് ഡോണേട്ടനാണ് തന്നത്. അതിന്റെ ഗ്രൂമിങ് സെഷൻ ആണ്, കൊറിയോഗ്രാഫി ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഡോണേട്ടനാണ് അതിന്റെ ഗൈഡൻസ് എല്ലാം തന്നത്. ഷൂട്ടിംഗ് സമയത്താണെങ്കിൽ പോലും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷാജുവേട്ടനുണ്ട് കൂടെ. ഷാജുവേട്ടൻ എത്ര ടെൻഷൻ അടിച്ചിരുന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കും. ഇപ്പൊ സജഷൻ ഷോട്ട് വെക്കുമല്ലോ, ഷാജുവേട്ടനാണ് ഫ്രണ്ട് ഇരിക്കുന്നത്, ഞാനിവിടെ ഇരുന്ന് കരയുന്ന രംഗമായിരിക്കും. അപ്പൊ ബാക്കിൽ ക്യാമറ ഇരിക്കുകയാണ്, ഷാജുവേട്ടന്റെ മുഖം ക്യാമറയ്ക്ക് കാണാൻ പറ്റില്ല, എന്നെ കാണുന്നുണ്ട്. പുള്ളി ഇരുന്ന് കൊഞ്ചനകത്ത് ഞാനിരുന്ന് കരയാൻ നോക്കാം. കാരണം ഞാൻ നേരത്തെ ഇരുന്ന് ഈ സീൻ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യും. കാരണം ഷാജുവേട്ടന്റെ അത്ര എക്സ്പീരിയൻസ് നമുക്കില്ല. പുള്ളി ഈ ചിരിച്ചും കളിച്ചിരുന്നിട്ട് മിനിറ്റിനകത്ത് വന്നിട്ട് കരഞ്ഞിട്ട് കട്ട് പറയുന്നത് ചിരിച്ചു കളിച്ച് പോകും. ചായ കൊണ്ടുപോടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. നമ്മള് അതെ, അല്ല ഇത് പറയിപ്പിക്കണം, അതായിരുന്നു എന്റെ ഉദ്ദേശം. സമയത്ത് വരുന്നത് പോകുന്നു. നമ്മള് ആക്ച്വലി ഇപ്പൊ സൂപ്പർ ഹീറോസിന്റെ മുമ്പിൽ അഭിനയിക്കുമ്പോ നമുക്ക് ആ ഒരു സ്പേസ് കിട്ടുന്നത് നമ്മൾ ടെൻഷൻ അടിച്ച് പണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നും പറയല്ല, നമ്മൾ ഡയലോഗ് പഠിക്കല്ലേ ചെയ്യാം. ഇവിടെ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അവരെ ഉപദേശിക്കാൻ പോകാതെ നമ്മൾ അവരോട് എൻജോയ് ചെയ്താൽ പോകും. അപ്പൊ അവനെ ഫ്രീ ആക്കുന്ന സംഭവം, അല്ലെങ്കിൽ അവനും ടെൻഷൻ ആവും. അപ്പൊ ഫ്രീ ആയിട്ട് നമ്മൾ അവനുമായിട്ട് സെറ്റ് ചെയ്ത് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ അവൻ അതേപോലെ കാര്യങ്ങൾ ഒരുപാട് ജോലിയുണ്ട്. അതെ ഒരുപാട്. ഞാൻ ഇല്ല, ചേട്ടൻ കൊഞ്ഞനം കുത്തിന്ന് കാണിച്ചിട്ടേ ഞാൻ ഇതേപോലെ വേറെ നമ്മുടെ ഒരു ആക്ട്രസിനോട് കൊഞ്ഞനം കുത്തി അവളെ വായിക്കുന്ന മൊത്തം ഞാൻ കേട്ടു. സജഷൻ ഉണ്ട്. ഞാനൊന്ന് അവളെ ലൈറ്റ് ആക്കാൻ നോക്കിയതാ. അതൊരു അത് ഇതൊക്കെ നയന പറയൂ, ഇങ്ങനത്തെ എന്ത് ടിപ്സ് ആണ് പറഞ്ഞു തന്നേക്കുന്നത്? കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഓ, ആ കൊഞ്ഞനക്കുത്തില് മിസ്സായി. വേറെ വഴിയൊക്കെ അറിയാം, ഇവര് ഒരുമിച്ച് കണക്ട് ചെയ്യണ്ട. ഓക്കെ, 45 ദിവസം അഭിനയിച്ചു 4 ഡയലോഗാ പറഞ്ഞുള്ളൂ. ഊമയായിട്ടാണോ? അങ്ങനെയല്ല, ഫുള്ളൊരു റിയാക്ഷനും ആക്ഷനും പരിപാടിയാണ്. ലാസ്റ്റ് സൗണ്ട് തിരിച്ചു കിട്ടിയിട്ട് വല്ല പറയുന്ന ബാക്കിയുള്ളതൊന്നും നമുക്ക് പറയാൻ കിട്ടില്ല. ഈ 45 ഡേയ്സിൽ നമ്മൾ കൺവേ ചെയ്യുന്ന ഒരു വിഷയം പറയുന്നത് നമ്മുടെ ഒരു എക്സ്പ്രഷനിലാണ്. മോളൊരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് എനിക്ക് സമ്മതമാണോ ഇല്ലയോ എന്നുള്ളത്, എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് മോൾ എന്നോട് പറയുന്നു. ഞാൻ തിരിച്ച് മറുപടി പറയില്ല, മോളെ നീ നിന്നെ ഇത്രയും കാലം പഠിപ്പിച്ചു, നിന്റെ അമ്മ 10 മാസം
ഞാൻ പറയാൻ വേണ്ടി ചുണ്ടുകള് ഇങ്ങനെ വിപ്രചിക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സ്പ്രഷൻ മനസ്സിലാണ് അവൾക്ക് അത് ഇഷ്ടമാണെന്നും ഇഷ്ടമല്ലെന്നും രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ. അപ്പൊ ഇഷ്ടമാണെന്ന് പറയാം, കാണിക്കാം, ഇഷ്ടമല്ലെന്നും കാണിക്കാം, രണ്ടും കൂടെ അല്ലാത്തൊരു സാധനം ഉണ്ടാവും. ആ സാധനം ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. അത് പ്രഷർ കിട്ടിയെന്ന് എനിക്കറിയാം. എന്തായാലും ഇപ്പോഴേ പറഞ്ഞത് നന്നായി. എക്സ്പ്രഷന് വേണ്ടി അദ്ദേഹം പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് കൂടെ ഞാൻ ഡയലോഗ് പറഞ്ഞിരുന്നു എന്നെ എടുപ്പിച്ചു. അതിന് മുമ്പ് ഞാൻ മോളോട് പറഞ്ഞ ഡയലോഗ് ഇല്ലേ, അത് കട്ട് ചെയ്യണം. ആകെ ഡയലോഗ് ഉണ്ടാണെന്ന് പോയി. ആ ഡയലോഗ്സ് ഒന്നുമില്ല, പക്ഷെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അയാൾക്ക് അവരോടുള്ള അറ്റാച്ച്മെന്റ് എന്താണെന്നും എനിക്ക് ആകാശത്തോടുള്ള എന്താണോ ആറ്റിറ്റ്യൂഡ് എന്നും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം. ഒരു വില്ലൻ വന്ന് കണ്ടു നിൽക്കുന്ന സമയത്ത് നമ്മളെ ചവിട്ടിക്കൂട്ടിയാലും കൂടെ നമ്മൾ ആക്ച്വലി നമ്മൾ കരയുന്ന വിഷയങ്ങളിൽ പോലും നമ്മൾ തല്ലോടുമ്പോൾ തയ്യോ തല്ലല്ലേന്ന് അറിയില്ല, അതുപോലെ ഇല്ല. ഈ പഴയ ഇപ്പൊ ആ ഒരു കാലഘട്ടത്തില് എല്ലാ ആർട്ടിസ്റ്റുകളും പറയുന്നൊരു കാര്യമാണ് ഫിലിം. അന്ന് മറ്റേ ഫിലിമാണല്ലോ, അത് റോൾ ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോഴേ ഒരു നെഞ്ചിടിപ്പാണ്. കാരണം ഞാനൊക്കെ അനുഭവിച്ച സെയിം അവസ്ഥയാണ്. ഭയങ്കര വല്ലാത്തത്. ഒന്നാമത് ആ ഇതിനകത്ത് ചോക്കിന്റെ പൊടിയും കൂടെ ഉണ്ടോ, ഈ അടിയിൽ തന്നെ നമ്മൾ കുറച്ചും കിളി പോകും. അതിന് ശേഷം സൗണ്ട് പറയുന്നത് 15 ടേക്ക് 1 എന്ന് പറയില്ല. അത് കഴിയുമ്പോൾ ഈ ഫിലിം ഓണാവുന്ന സൗണ്ട് വരും. ഇത് മുഴുവൻ പ്രൊഡ്യൂസറിന്റെ പൈസയാണ് റോളാവുന്നത്. അത് നമ്മള് ഡയലോഗ് തെറ്റിച്ചാലും അത്രയും ഈ ഫിലിം മുഴുവൻ വേസ്റ്റാണ്. അപ്പൊ നമ്മള് തെറ്റിക്കുമ്പോ നമ്മളോട് നിന്നെ കൊടാ കമ്പനിന്ന് അയച്ചാണ് അവിടെ ഉപയോഗിക്കും. കമ്പനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വിട്ടാണ് ആ സമയത്ത്. അപ്പൊ അതൊരു ഭയം ഭയങ്കരമാണ്. ഇങ്ങനത്തെ ടെൻഷനൊക്കെ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ നമ്മളെ സേഫ് ആക്കുന്നത്. അതേപോലെ നല്ല രീതിയിൽ ഒന്ന് ഷാജിയേട്ടനെ കൂളാക്കി തന്നേക്കുന്ന ഒരാളാരാ? ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് നടന്മാരുണ്ടാവും. ഈ മുരളിച്ചേട്ടനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇതുമായിട്ടുണ്ട്. ഇന്നലെ ഉണ്ണി വേണിച്ചേട്ടൻ്റെ അച്ഛനായിട്ട് ഞങ്ങൾ കുറേ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഒന്നുമില്ല, ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് നമ്മളെങ്ങ് കുറച്ചൊന്ന് അപ്പ് ചെയ്ത് അതിന് ഞാൻ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല. ലാലേട്ടൻ അങ്ങനെയാണ്. അതുപോലെ ഞാൻ മമ്മൂക്കയായിട്ട് അഭിനയിച്ചു രാജാതിരാജെന്ന പടത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുത്തിനി പിടിക്കുന്ന ഒരു സീനിൽ വന്നു കഴിഞ്ഞപ്പോൾ മമ്മൂക്കയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നുള്ള പേരിൽ നമ്മൾ കുത്തിനി പിടിക്കുമ്പോൾ അറിയാതെ കൈ പറയും. അപ്പൊ എന്താ പറയാ, ഇത് മമ്മൂട്ടിയല്ല, ഇത് ക്യാരക്ടറാണ് പറയും. പിന്നെ മുകേഷ് ചേട്ടൻ എല്ലാവരും ആ ഒരു കണക്ഷൻ. ജഗതി ചേട്ടൻ എന്ത് ചെയ്യണം നമുക്കറിയാം. എന്റെ അച്ഛനായിട്ട് കൂടുതൽ അഭിനയിച്ചിരുന്നത് ജഗതി ചേട്ടൻ കല്യാണം, അങ്ങനെ കുറെ സിനിമ. അദ്ദേഹം എന്ത് ചെയ്യണം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ടേക്കിലൊന്നും റിഹേഴ്സലിനൊന്നും കരുതിയിരിക്കണം. ഓക്കെ, എന്തായാലും നമ്മൾ റിയാക്ട് ചെയ്യണം അതിനനുസരിച്ച്. 2-3 സിനിമ പഠിച്ചു. ഇത് കഴിഞ്ഞ് എന്തെങ്കിലും സാധനം കൂടെ കയ്യിൽ നിന്ന് വരുന്ന അറിയാം. പെർഫോമൻസ് കണ്ടു വളർന്നവരല്ലേ. തീർച്ചയായിട്ടും. അതെ അതെ, ചേട്ടാ ഒരുപാട് ഭാഗ്യം ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലെ. ഇത്രയും നമുക്ക് ലെജൻസ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുടെ കൂടെ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗ്യമല്ല. ഈ നിൽക്കുന്ന സമയം വരെ ഞാൻ ബച്ചൻ സാറിനോട് അഭിനയിച്ചിട്ടുണ്ട്. ബച്ചൻ സാറിന്റെ കൂടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന വലിയ ലെജൻഡാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരവസരം വേണം. ആ ബച്ചൻ സാറിന്റെ മുന്നിൽ വെച്ച് പറയുന്ന ഒരു ഡയലോഗ് ഇത് ലൈഫിൽ ഇനി ഉണ്ടാവില്ല, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ആ ഒരു ഡയലോഗിൽ ഒരു പക്ഷെ അദ്ദേഹം കൊള്ളാലോ എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അത് വെച്ചോണ്ട് പെർഫോം ചെയ്യാം. ഈ ബച്ചൻ സാറിന്റെ കൂടെ ആഡ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ലൈഫിൽ ഏറ്റവും വലിയൊരു മൊമെന്റ് ആണല്ലോ അത്. ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അപ്രിസിയേഷൻ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ വന്ന വഴി അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ, അതെന്തായിരുന്നു കിട്ടിയത്? ഏറ്റവും വലിയ സ്റ്റാർ ആയിട്ടുള്ള എന്റെ കൂട്ടുകാർക്ക് പോലും ബച്ചൻ സാറിനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവര് എന്നോട് പറയുന്നത് വെച്ചാൽ അമിതാഭ് ബച്ചനെ പോലെ ഒരാളുടെ മുന്നിൽ നിന്ന് അഭിനയിക്കാൻ പറ്റുന്നത് അത് ഒരു മിമിക്രിക്കാരനല്ലേ. ഞാൻ മിമിക്രിക്കാര് നാഷണൽ അവാർഡ് മേടിച്ച സംസ്ഥാനമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ. തീർച്ചയായിട്ടും അവിടെ കിട്ടി. അടിപൊളി. അതല്ല, നമുക്ക് സിനിമകള് ചില സിനിമകള് ഈ ഡയറക്ടറുടെ കയ്യിൽ നിന്നൊക്കെ പോകും. ചിലപ്പോൾ കുറെ കഴിയുമ്പോഴത്തേക്കും പല രീതിയിൽ പോകുന്നു. പക്ഷെ എഡിറ്റിങ്ങിൽ നമുക്ക് സിനിമകളെ നന്നാക്കാൻ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. എഡിറ്റിങ്ങിലായിരിക്കും നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കുക. നമുക്ക് പടത്തിന്റെ പേരുകളൊന്നുമില്ല, അങ്ങനെ രക്ഷപ്പെടുത്തിയ സിനിമകളുണ്ടോ? നമ്മുടെ ടേബിളിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്കറിയാലോ ഒരു സിനിമ ഇങ്ങനെയാവണം, അതിവിടെ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, അങ്ങനെ ഒരു സജഷൻ നമുക്ക് സെൽഫായിട്ട് വരില്ല ഒരു എഡിറ്ററിനെ സംബന്ധിച്ച്?
ഇപ്പോൾ ഒരു എഡിറ്റർ ഒരിക്കലും ഒരു ഫൈനൽ കോൾ എടുക്കാൻ പറ്റുന്ന ഒരാളല്ലല്ലോ. അത് ഡയറക്ടറാണല്ലോ. ഇപ്പോൾ ഏത് സിനിമയാണല്ലോ അതിൻ്റെ ഒരു ഹെഡ് എന്ന് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് ഡയറക്ടറാണ്. അപ്പം ഡയറക്ടർ എന്താണ് കൺസീവ്, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ടേസ്റ്റ്. എൻ്റെ ടേസ്റ്റ് വേറെയാണ്, വേറെ ഒരു ഇപ്പം വേറെ ഡയറക്ടറിൻ്റെ വേറെയാണ്. ഓരോരുത്തർക്കും അവരുടെ മേക്കിങ്ങും വേറെയാണ്, അതിനുള്ള ആ മൂവിയുള്ള അപ്രോച്ചും വേറെയാണ്. അപ്പം അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ എടുക്കുന്നത്, നമ്മളിത് വന്നു കഴിയുമ്പോൾ അവർ ഹാപ്പി ആവുന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഡയറക്ടർ ഹാപ്പി ആവും, പിന്നെ നമ്മൾ നമ്മുടെ കമന്റ്സ് പറയാം. പിന്നെ ഇങ്ങനെ ഈ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇത്, നമ്മളെ ഒരു ഫിലിമേക്ക് ഇന്നാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വന്തം ഫിലിം പോലെയാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ നമുക്കത് ചെറിയ ഫിലിമെന്നോ വലിയ ഫിലിമെന്നോ ഇല്ല, അതിനെ ഒരേ ഒരു കാറ്റഗറി ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുള്ളൂ. ആ ടൈമിൽ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ചില ഏരിയാസ് ചിലപ്പം പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ചിലപ്പം അതിന് മേക്കിംഗ് സൈഡ് വീക്ക് ആയിരിക്കാം. അത് എങ്ങനെ മാക്സിമം റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്ത് സജഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ കൊടുക്കും, മാറ്റങ്ങളൊക്കെ വരുത്താൻ. അങ്ങനെ എങ്കിലും ഫൈനൽ ഒരിക്കലും ഈ പുറത്തുള്ളതാണ് എഡിറ്റർ ഫുള്ള് ചെയ്യുന്നു എന്നുള്ള അതല്ല. ഡയറക്ടറിന്റെ ഗൈഡൻസോട് കൂടി തന്നെ നമ്മളത് ചെയ്യാവുള്ളൂ. കാരണം എൻ്റെ ജോലി എന്താണ്, ഞാൻ എഡിറ്ററാണ്, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഡയറക്ടറിന്റെ വിഷൻ അത് വർക്കാകാൻ നോക്കാം. ചോട്ടാ മുംബൈ ഞാൻ ചെയ്ത വർക്കുകളിൽ ഒരെണ്ണത്തിന്റെ കാര്യം പറയണം. ചോട്ടാ മുംബൈ ഭയങ്കര ഫാസ്റ്റ് കട്ടാണ്. ആ സിനിമകൾ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കണ്ടാലും റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു പടം. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ റീ റിലീസ് ചെയ്തിട്ട് തന്നെ ടിക്കറ്റ് കിട്ടിയില്ല, റീ റിലീസിന് പോയിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടാത്തൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് അത്രയും ഫാസ്റ്റ് കട്ടായിട്ട് വന്നേക്കുന്ന സാധനങ്ങളാണ്. പിന്നെ അതേപോലെ പല പല സിനിമകളിൽ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീനൊക്കെ ആദ്യം നമ്മൾ കണ്ടേക്കുന്നത് ഒരു വർക്ക് തന്നേക്കുന്നത് സാറ് തന്നെയാണ്. സ്പ്ലിറ്റ് സ്ക്രീനിൽ വരുന്ന കുറേ എഫക്റ്റുകൾ, ഇതൊക്കെ ഇന്നിപ്പോൾ കുറേ എന്താ പറയുക ആധുനിക സംവിധാനങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യും. പക്ഷെ പണ്ടേ സാറ് ട്രൈ ചെയ്തിട്ടുണ്ട്, പല സാധനങ്ങളും കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. ഇതും ഞാൻ ചോദിക്കുന്ന നേരത്തെ ചോദിച്ച പോലെ ഇത് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് ഒബ്സർവ് ചെയ്തെടുത്തിട്ട് നമ്മുടെ നാട്ടിൽ ഞാൻ ചെയ്യുന്ന വർക്കുകൾ ചെയ്യുന്നതാണോ സാർ, കയ്യിൽ നിന്ന് ചെയ്യുന്നതാണോ? അതൊക്കെ അല്ല, നമുക്ക് ഇപ്പം എന്ത് പ്രൊഡക്റ്റാണെങ്കിലും നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവില്ലേ, എവിടെയെങ്കിലും നമ്മൾ ഇൻസ്പയർ ആവും. തീർച്ചയായിട്ടും അതിനെ നമ്മൾ ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്ന് നമ്മൾ ചിലപ്പം ഒരു സംഭവം ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അതുപോലെ ട്യൂൺഡ് ആവും. അതിൻ്റെ ഒരു പുതിയ വേർഷൻ നമ്മൾ ട്രൈ ചെയ്യും. അങ്ങനെ ക്രിയേറ്റീവ്ലി നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു തോട്ടിലേക്ക് വരും. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിലേക്ക് വരും. അപ്പം അതിനകത്ത് ട്രൈ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ചിന്തിച്ചുകൂടാ. അപ്പം ഇത് ഒരു എഫക്റ്റ് ഇടാം, ചുമ്മാ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഇടാതെ ആ എഫക്റ്റിനെ എങ്ങനെ നമുക്ക് എഫക്റ്റീവ്ലി എഫക്റ്റ് ആക്കാം, അതാണ് അതിൻ്റെ ഒരു. ഉറപ്പായിട്ടും ഏതായാലും നമുക്ക് പല സിനിമകൾ, ഇപ്പോൾ എമ്പുരാനാണെങ്കിലും ലൂസിഫർ ആണെങ്കിലും എൻ്റെ ട്രെയിലർ കട്ട് കണ്ടിട്ട് സിനിമ കാണുന്നു ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയിട്ടുള്ളത് സാറിൻ്റെ കട്ടുകളിൽ കൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് അതൊരു വലിയ സിനിമയാക്കിയിട്ട് നമ്മൾ മുമ്പിലേക്ക് ഇപ്പോൾ കൊണ്ടുവരികയാണ്. എല്ലാ കഴിവുകളും എടുത്ത് അതുപോലെ ഒരുപാട് ആളുകളെ, നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരെ എല്ലാവരും ഒരുമിച്ച് നിർത്തി കൊണ്ടുവന്നേക്കാണ്. മാത്രമല്ല 10-45ഓളം പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ വിളിച്ചാൽ വരാവുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചുറ്റും ഉണ്ടായിട്ട് പോലും ഇത്രത്തോളം ആർട്ടിസ്റ്റുകൾ പുതിയത് കൊണ്ടുവന്നേക്കുന്നത് സാറിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, എനിക്ക് എൻ്റെ പടത്തിൽ എനിക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും, ഇത്രയായ എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഇപ്പോൾ സിനിമ നമ്മുടെ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, കാരണം ഇതിൻ്റെ ട്രailer-ൽ നിന്ന് തന്നെ ഞങ്ങൾ ഞെട്ടിയിട്ടുണ്ട്. ഇനി ഇതിലിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. എല്ലാവർക്കും എടുത്തു പറയാവുന്ന ആർട്ടിസ്റ്റുകൾ തന്നെയാണ് എല്ലാവരും. പ്രത്യേകിച്ച് നയന, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നയനെ ഞങ്ങൾ വീണ്ടും കാണുക ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരുപാട് കഴിവുള്ള നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ആർട്ടിസ്റ്റാണ്. എല്ലാവരും സഹിച്ചേട്ടാ, എല്ലാവരും കൂടി നിങ്ങളുടെ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഇതൊരു വൻ വിജയമാവട്ടെ, ഇതൊരു വൻ വിപ്ലവം സൃഷ്ടിക്കട്ടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. ഇതിൻ്റെ സക്സസ് പാർട്ടിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.